ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന റാവുത്തർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം. ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മൾ കിസ്മസും കശുവണ്ടിയുമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം നമ്മൾ ഒരു 2 സവാള വലുതെടുത്തിട്ടുണ്ട്, കനം കുറച്ചരിഞ്ഞത്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്യണം. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കണം കേട്ടോ. ലാസ്റ്റ് ഇടാൻ വേണ്ടി കുറച്ച് ഡെക്കറേഷൻ വേണ്ടി ഇടൂലേ, അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടുമേ. ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെക്കാനുണ്ട് കേട്ടോ. ആ കടായി തന്നെ ആ സവാള ഒന്ന് സൈഡിലോട്ട് മാറ്റി നടുക്ക് നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാനുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇടണത് ഗരം മസാലയിൽ പൊടിക്കാത്ത മസാല എല്ലാം ഇടണുണ്ട്. അതെല്ലാം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത്, ഞാൻ ആകെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ ചെറുത്, അത് ഇട്ട് കൊടുക്കാനുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാനുണ്ട്, അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പൊടികളാണ് ഇട്ടിടുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർക്കാനുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 60 സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിലേക്ക് തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പുളി അധികം ഇല്ലാത്ത തൈരാണ് കേട്ടോ. ഞാൻ എടുത്തേക്കണ ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു തൈരാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കാനുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കണത് അതിന് മുമ്പ് മല്ലിയിലയും കൂടി ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ടായിട്ട് ലാസ്റ്റ് ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ ഉപ്പിൽ വേവിച്ച് വെച്ച ബീഫുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തന്നെയാണ് വേവിച്ചെടുക്കണത് അരി. അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ അരി വേകാനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 1.5 ഗ്ലാസ് വെള്ളവും കൂടിയാണ് ചേർത്തേക്കണം. ഓൾറെഡി മറ്റേ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് നോക്കിയിട്ടിടാം. എന്താണെന്ന് വെച്ചാൽ വറ്റിച്ചെടുക്കണതുകൊണ്ട് തന്നെ ഓവർ ഉപ്പായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വെച്ച ബസ്മതി റൈസും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു 15-20 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിലാണ് കേട്ടോ വെക്കേണ്ടത്. ചെറിയ തീ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അതേപോലെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, മല്ലിയിലയും. അങ്ങനെ നമ്മൾ ആ റാവുത്തർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കുക്കറിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.